അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് നടത്തിയ ഒരു പ്രഖ്യാപനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ഫെബ്രുവരി 20-നാണ് സംഭവം. മേരിലാൻഡിലെ നാഷണൽ ഹാർബറിൽ CPAC 2025 കോൺഫറൻസ് നടന്നു. CPAC വേദിയിലെ അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ദൈവത്തിന്റെ കൃപയിലാണ് തങ്ങൾ വിശ്വസിക്കുന്നതെന്നും ദൈവഹിതം നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് ജെ.ഡി. വാൻസ് പറഞ്ഞത്. ലോകത്തിന്റെ മുൻപിൽ ഇത് വലിയൊരു സാക്ഷ്യമായി മാറുകയാണ്. ദൈവത്തിന്റെ കൃപയിൽ തങ്ങൾ വിശ്വസിക്കുന്നു, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ തങ്ങൾ പരമാവധി ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ വാൻസിന്റെ വാക്കുകൾ അവിടെ അവസാനിച്ചില്ല. അദ്ദേഹം തുടർന്നു, ധാർമ്മിക തത്വങ്ങളുടെ ഒരു കൂട്ടം മാത്രമല്ല ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം, മറിച്ച് വിശ്വാസമാണ്. ദൈവപുത്രൻ മനുഷ്യനായി തീർന്നു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്നതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠങ്ങളിൽ ഒന്ന് മരണത്തെ ഭയപ്പെടേണ്ടതില്ല എന്നതാണ്. ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ പ്രധാനമായി ഒരാളുടെ ആത്മാവ് നഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു. ഗർഭധാരണ കേന്ദ്രങ്ങളെ പിന്തുണച്ചും കുടുംബങ്ങളെ വളർത്തിയെടുക്കുവാൻ ആളുകൾക്ക് താങ്ങാനാവുന്ന ചെലവുകൾ കുറയ്ക്കുന്നതിനുള്ള നയങ്ങൾ നടപ്പിലാക്കിയും ഭ്രൂണഹത്യയെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റിയും ജീവൻ തിരഞ്ഞെടുക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ചും ജീവന്റെ സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വാൻസ് അഭിമുഖത്തിൽ പറയുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ദി മോസ്റ്റ് പ്രോ ലൈഫ് പ്രസിഡന്റ് ഇൻ അമേരിക്കൻ ഹിസ്റ്ററി എന്ന് വാൻസ് വിശേഷിപ്പിച്ചു. അടിയുറച്ച കത്തോലിക്ക വിശ്വാസിയായ വാൻസ് ഭ്രൂണഹത്യയെ അതിശക്തമായി എതിർക്കുന്ന നേതാവ് കൂടിയാണ്.